നമസ്കാരം എല്ലാവർക്കും കെട്ടിയോൺസ് കിച്ചണിലേക്ക് സുസ്വാഗതം. അപ്പോൾ ഈ കൊറോണ കാലത്ത് എല്ലാവരും വീട്ടിലിരിക്കുന്നു, ഭർത്താക്കന്മാർ വീട്ടിൽ അടുക്കളയിൽ കയറുന്നു, പണിയെടുക്കുന്നു. അങ്ങനെ ഞാനും കയറി അടുക്കളയിൽ പണിയെടുക്കാനായിട്ട്. അപ്പോൾ എനിക്കറിയാവുന്ന ഈ സംഭവങ്ങളെല്ലാം കൂടി കൂട്ടിച്ചേർത്ത് വെച്ചിട്ടാണ് ഞാൻ ആലോചിച്ചിരുന്ന കെട്ടിയോൺസ് കിച്ചൺ എന്ന് പറഞ്ഞ ഒരു ചാനൽ അവിടെ തുടങ്ങിയാലോ. അപ്പോൾ അതാണ് ഇപ്പം നിങ്ങളുടെ മുമ്പിൽ ഞാനിങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ ഈ ചാനലിൽ ഞാൻ മെയിനായിട്ട് എന്താ ഉദ്ദേശിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നമുക്ക് പ്രത്യേകിച്ച് റൂളുകളൊന്നുമില്ല. ഇവിടെ അൾട്ടിമേറ്റ്ലി ഞാൻ നോക്കണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഏറ്റവും അവസാനം ഫുഡ് നല്ല ടേസ്റ്റി ആയിരിക്കണം. അതായത് നല്ല അത്യാവശ്യം എരിവൊക്കെ ഉണ്ടാവും, ഉപ്പുണ്ടാവും. ഇങ്ങനെ തൊട്ട് നോക്കി കഴിഞ്ഞാൽ ഐ വാ എന്ന് പറയണം. അങ്ങനത്തെ ഫുഡാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാനിവിടെ പറയുന്ന കണക്കുകളൊക്കെ ചിലപ്പോൾ തെറ്റിയിട്ടുണ്ടാവാം. നല്ല അസൽ പാചകക്കാരും ഒക്കെയുള്ള നമ്മുടെ കേരള നാട്ടിൽ ഞാൻ പറയുന്ന കണക്ക് അല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കുന്ന രീതി അതൊന്നും ചിലപ്പോൾ പലരും വിമർശനങ്ങൾ കൊണ്ടുവന്നേക്കാം. കാരണം എന്തുവാടെ ഇത് ഇത്ര മാത്രം മുളക് പൊടിയും അല്ലെങ്കിൽ ഉപ്പും ഒക്കെ വാരിയിട്ട് കഴിഞ്ഞാൽ മനുഷ്യൻ ചത്തൂലോ എന്നൊക്കെ പറയും. പക്ഷേ അവസാനം നമ്മുടെ ഫുഡ് ഉണ്ടാക്കി കഴിയുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവണം. ഒരു സാറ്റിസ്ഫാക്ഷൻ, ഫുഡ് കഴിച്ച് കഴിയുമ്പോൾ ഉണ്ടാവുന്ന സാറ്റിസ്ഫാക്ഷൻ, അത് മാത്രമേ ഞാനവിടെ നോക്കുന്നുള്ളൂ. അതാണ് കെട്ടിയോൺസ് കിച്ചൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ എപ്പിസോഡിൽ ഞാൻ ഉണ്ടാക്കുന്നത് ആദ്യം ഒരു റൈസ് ഐറ്റത്തിൽ നിന്ന് തുടങ്ങാമെന്ന് വിചാരിച്ചു. ചിത്രാന എന്നാണ് അതിൻ്റെ പേര്. തമിഴ്നാട്ടിലും കർണാടകത്തിലും ഒക്കെ മെയിനായിട്ട് കാണുന്ന ഒരു എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റൈസ് ഐറ്റമാണ്. അപ്പോൾ ഞാനിതിനെ എന്ത് ചെയ്തു, ഒന്ന് മലയാളീകരിച്ച് നമ്മളുടേതായ രീതിയിൽ കുറച്ച് ഹെൽത്തിയാക്കി കുറച്ച് വെജിറ്റബിൾസൊക്കെ ഇട്ട് അങ്ങനെ ഒരു പരുവത്തിലാക്കി ഞാൻ ഇതിനെ മാറ്റണം. അപ്പോൾ മലയാളീകരിച്ചിട്ടുള്ള ഒരു ചിത്രാന, അതാണ് നമ്മുടെ ഇന്നത്തെ ഐറ്റം. അപ്പോൾ എല്ലാവരും കണ്ടു നോക്കുക. ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഉണ്ടാക്കി നോക്കുക. പ്രത്യേകിച്ചും വീട്ടിൽ ഇപ്പോൾ പണിയെടുക്കുന്ന ഭർത്താക്കന്മാർ ഇതുണ്ടാക്കി ഭാര്യമാർക്ക് സമർപ്പിക്കുക. ഇഷ്ടപ്പെടും, ഇഷ്ടപ്പെടാതിരിക്കില്ല. അപ്പോൾ ഒരു ചിത്രാന ഉണ്ടാക്കാൻ വേണ്ട ബേസിക് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിവിടെ ഒരു കപ്പ് ക്യാബേജ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 2 ചെറിയ ക്യാരറ്റ് ഞാനിങ്ങനെ നീളത്തിൽ അരിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് സ്ക്രേപ്പ് ചെയ്യാനാണ് സൗകര്യം എന്നുണ്ടെങ്കിൽ സ്ക്രേപ്പ് ചെയ്തിട്ടിട്ടാൽ അറിഞ്ഞോളൂ. അതിന് പ്രത്യേകിച്ച് കണക്കും കാര്യങ്ങളൊന്നുമില്ല. ഞാൻ ഇത്തിരി ഭംഗിക്ക് വേണ്ടിയിട്ട് നീളത്തിൽ അരിഞ്ഞു എന്ന് മാത്രം. ചെറിയ ബൗള് പീനട്ട് ഉണ്ട്. ഞാൻ ഒരു വാളൻ പീനട്ടാണ് എൻ്റെ അകത്തേക്ക് വാരി ഇട്ട് വെച്ചത്. പിന്നെ ഒരു 2 വലിയ സവാള ഞാൻ അരിഞ്ഞു. 2 വലിയ സവാള അരിയുമ്പോൾ സ്ക്വയറായിട്ട് അരിഞ്ഞു കഴിഞ്ഞാൽ അതായിരിക്കും കുറച്ചുകൂടി നല്ലത്. പിന്നെ ഒരു 3 ചെറിയ തക്കാളി ഞാൻ അരിഞ്ഞിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സംഭവങ്ങളാണ് ബേസായിട്ട് ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ട സാധനങ്ങൾ. അപ്പോൾ ഇവിടെ ഞാൻ എൻ്റെ വീട്ടിലെന്താ വെച്ച് കഴിഞ്ഞാൽ 5 പേരാണ് ഉള്ളത്. കെട്ടിയോളും കുട്ടിയോളും പിന്നെ അമ്മയും. അപ്പോൾ ഇത്രയും പേർക്ക് ഞാൻ എന്താ എടുത്തേക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഞാനൊരു 2 ഗ്ലാസ് അരി ആണ് ഇവിടെ എടുത്തേക്കുന്നത്. സോന മസൂരി അരിയാണ് എടുത്തേക്കുന്നത്. നാട്ടിലാണെന്നുണ്ടെങ്കിൽ ഇത് ജീര റൈസ് അല്ലെങ്കിൽ സോന മസൂരി അരി കിട്ടുന്നുണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ നമ്മൾ ചോറ് വയ്ക്കാൻ പറ്റുന്ന പച്ചരി എന്നൊക്കെ പറഞ്ഞിട്ട് മേടിക്കാൻ കിട്ടാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ അരിയാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ 2 ഗ്ലാസ് ഞാൻ എടുത്തിട്ടുണ്ട് 5 പേർക്ക്. ഓക്കെ. അപ്പോൾ 2 ഗ്ലാസ് അരിക്ക് 4 ഗ്ലാസ് വെള്ളമാണ്. ഈ അരിയുടെ കണക്കിന് 4 ഗ്ലാസ് വെള്ളമാണ് വേണ്ടത്. അപ്പോൾ ഇപ്പോൾ ഞാൻ 4 ഗ്ലാസ് വെള്ളം ഇതിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഒരു കാര്യം പ്രത്യേകം പറയാനുള്ള എന്താ വെച്ച് കഴിഞ്ഞാൽ, കാര്യം കെട്ടിയോൻ്റെ അടുക്കളയൊക്കെ ആണെന്നുണ്ടെങ്കിലും കെട്ടിയോളി ഒഴിവാക്കിയിട്ട് നമുക്കൊരു കുക്കിംഗ് ഒന്നും മുഴുവനായിട്ട് സാധിക്കില്ല. കാരണം ഈ അരിയുടെ ഇതിൽ എത്ര വെള്ളം ഒഴിക്കണം, എത്ര കണക്കൊഴിക്കണം എന്നുള്ളതൊക്കെ നമ്മൾ അവരെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. കാരണം ഓരോ അരിയുടെയും വേവ് വ്യത്യാസമുണ്ട്. അതിൻ്റെ എത്ര പ്രഷർ കുക്കറിലാണെങ്കിൽ എത്ര വിസിൽ വിടണം എന്നുള്ളതൊന്നും നമുക്ക് കൃത്യമായിട്ടൊരു കണക്കൊന്നും ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. അപ്പോൾ അതൊക്കെ വീട്ടിൽ ഡെയിലി അടുക്കളയിൽ കയറുന്ന ആൾക്കാരോട് ചോദിക്കുക തന്നെ വേണം. അപ്പോൾ ഞാനും എൻ്റെ ഭാര്യയോട് ഇപ്പോൾ ചോദിച്ചു, ഇതിൽ എത്ര വെള്ളം ഒഴിക്കണം. അപ്പോൾ അവൾ പറഞ്ഞു 2 ഗ്ലാസ് അരിക്ക് 4 ഗ്ലാസ് വെള്ളം വേണം പറഞ്ഞിട്ട്. പിന്നെ 4 വിസിൽ ആണ് ഇതിൻ്റെ കറക്റ്റ് വേവ് എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനതെല്ലാം ഫോളോ ചെയ്യുകയാണ്, സെയിം തന്നെ. ഓക്കെ, നിങ്ങളും ഫോളോ ചെയ്യുക. അപ്പോൾ ഞാൻ അരി വേവിക്കാനായിട്ട് റെഡിയാക്കി വെക്കുകയാണ്. അപ്പോൾ അരി വേവിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ അകത്ത് ഒരു ചെറിയ സ്പൂൺ ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കണം. ഉപ്പ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സ്പൂൺ വെളിച്ചെണ്ണ എൻ്റെ മുകളിലിങ്ങനെ ഒന്ന് ഇറ്റിച്ച് കൊടുക്കുക. ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ, ചോറ് വല്ലാണ്ട് ഒട്ടിപ്പിടിച്ച് പോകാതിരിക്കാനായിട്ടൊരു സ്പൂൺ വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ അരി വേവിക്കാനായിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ 4 വിസിൽ പോവുക എന്നുള്ളതാണ് നമ്മുടെ അടുത്ത ലക്ഷ്യം. അപ്പോൾ അരി ഒരു സൈഡിൽ വേവാകുന്നുണ്ട്.
ഇവിടെ നമ്മൾ അതിൻ്റെ മിക്സ് റെഡിയാക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ വെജിറ്റബിൾസ് എല്ലാം ഞാൻ വേവിച്ചെടുക്കുന്നത് നെയ്യ് ഒഴിച്ചിട്ടാണ്. ഇതിൽ വെളിച്ചെണ്ണയോ ഓയിലോ അങ്ങനെയുള്ള സാധനങ്ങളൊന്നുമല്ല. ചൂടായ പാനിലേക്ക് നെയ്യ് ഒഴിക്കണം. ഇതിന് പ്രത്യേകിച്ച് കണക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്തോരം വെജിറ്റബിൾസ് എടുക്കണ്ടോ അതൊന്ന് വെന്ത് കിട്ടാനായിട്ട് എത്ര നെയ്യ് വേണോ അത്രയും നെയ്യ് എടുക്കുക. കാരണം പിന്നെ ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിലേക്ക് ആണ് ഈ റൈസ് മിക്സ് ചെയ്യുക. അപ്പോൾ ആ റൈസിലേക്കും കൂടി കണക്കാക്കി നെയ്യ് ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ ഞാനിതിൻ്റെ കൂടെ അത്യാവശ്യം കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നെയ്യ് ചൂടായിട്ടുണ്ട്. നെയ്യ് ചൂടായി കഴിഞ്ഞാൽ നമ്മളിതിൽ കടുക് പൊട്ടിക്കുകയാണ്. കടുക് ഒരു സ്പൂൺ കടുക് ഇട്ടു. അപ്പോൾ കടുക് പൊട്ടിയിട്ടുണ്ട്. കടുക് പൊട്ടി കഴിയുമ്പോഴത്തേക്കും നമ്മൾ കൊല്ലമുളക്, അതായത് ചുമന്ന മുളക് ഒരു 3 എണ്ണം നമ്മളതിലേക്ക് ഇടുക. കൊല്ലമുളക് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് കുറച്ച് കറിവേപ്പിലയും അതിലേക്ക് റെഡിയാക്കി നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന സവാള അങ്ങനെ അതിലേക്ക് ഇട്ട്. ഒരു കാര്യം പ്രത്യേകം പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ സവാള നമുക്ക് വല്ലാണ്ട് അങ്ങോട്ട് വഴലുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ കറികൾക്കൊക്കെ സവാള ബ്രൗൺ കളറാവണം അല്ലെങ്കിൽ ഒരു ഗോൾഡൻ കളറാവണം എന്നൊക്കെ പറയുന്നത്. ഇതിന് അങ്ങനെയാണെന്നില്ല. സവാള ജസ്റ്റ് ഒന്ന് വാടിയാൽ മാത്രം മതി. അപ്പോൾ സവാള ജസ്റ്റ് ഒന്ന് വഴണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വരുന്നത് ഈ പീനട്ട് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ സവാളയും പീനട്ടും കൂടി ചേർന്ന് ഒരു 2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ അതൊന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കുക, മിക്സ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ പീനട്ടിൻ്റെ പച്ചപ്പ് പോണോണം വരെയും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോരോ വെജിറ്റബിൾസ് നമ്മൾ അരിഞ്ഞു വെച്ചേക്കണം മറ്റ് വെജിറ്റബിളുകളെല്ലാം ഇതിലേക്ക് ആഡ് ചെയ്യാം. ക്യാരറ്റ് മിക്സ് ചെയ്തു. ദെൻ ക്യാബേജ്. ഇവിടെ നെയ്യ് കുറവാണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഇത് വല്ലാണ്ട് ഇങ്ങനെ ഡ്രൈ ആയി പോകരുത്. എല്ലാം ഇങ്ങനെ വഴണ്ട് കിട്ടണം. നമുക്ക് അത് ടോപ്പപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നെയ്യ് ടോപ്പപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ നിങ്ങളിപ്പോൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൽ ഒരു വഴണ്ട് നല്ലൊരു പരുവത്തിലുണ്ട്. അല്ലാണ്ട് വെന്തിട്ടുമില്ല എന്നാൽ പച്ചപ്പ് പോവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു പരുവത്തിൽ നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. കാരണം തക്കാളി ആദ്യമേ ചേർത്ത് കഴിഞ്ഞാൽ തക്കാളി മുഴുവനും കൂടി വല്ലാണ്ട് വേണ്ടു. അപ്പം നമുക്ക് തക്കാളിക്കും ആ ഒരു കൺസിസ്റ്റൻസി തന്നെ കിട്ടണം. അപ്പോൾ കുറച്ച് നേരം അതങ്ങനെ തക്കാളിയും കൂടി അങ്ങനെ ചൂടായി ഒന്ന് വഴണ്ടൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് 2 മെയിൻ സംഭവങ്ങൾ ആഡ് ചെയ്യാനുണ്ട്. ഫസ്റ്റ് ഉപ്പ്, ഒരു ഫുൾ സ്പൂൺ ഉപ്പ് ഞാനിതിലേക്ക് ആഡ് ചെയ്യണം. അപ്പോൾ ഉപ്പിട്ടിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാനിവിടെ ചേർക്കാൻ പോകുന്നത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. ഒരു സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. വല്ലാണ്ട് അതിൻ്റെ ടേസ്റ്റ് കൂടുതലും വരരുത്. കാരണം അതിൻ്റെ കുത്തലുണ്ട്. ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റായിട്ട് ഒഴിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ചെറിയ കുത്തലുണ്ട്. അപ്പോൾ വെറും ജിഞ്ചറും ഗാർലിക്കും അരിഞ്ഞിടുകയാണെങ്കിൽ കുഴപ്പമില്ല, നല്ല ഫ്ലേവർ ആയിരിക്കും. അപ്പോൾ ഇതിലെ മെയിൻ സ്പൈസസ് എന്ന് പറയുന്ന സംഭവം മഞ്ഞൾപ്പൊടിയാണ്. നമ്മൾ സാധാരണ എല്ലാ കറികളിലും മഞ്ഞൾപ്പൊടി ഒരു ഇത്തിരി ഇടാറുള്ളൂ. ഇതിലങ്ങനെയല്ല. ഒരു ചെറിയ സ്പൂൺ, അതായത് ഒരു വളരെ ചെറിയ സ്പൂണിൽ പക്ഷേ ഫുള്ളായിട്ട് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. മഞ്ഞൾപ്പൊടിയുടെ ഒരു പച്ച ടേസ്റ്റ് പോകാനായിട്ട് ഒരു മിനിറ്റ് ലോ ഫ്ലെയിമിൽ അല്ലെങ്കിൽ ഒരു മീഡിയം ഫ്ലെയിമിൽ അന്ന് അങ്ങനെ വെച്ചേക്കുക. ഇതിനൊരു പ്രത്യേക ഫ്ലേവർ എന്തെങ്കിലും വേണമെന്ന് തോന്നുകയാണ്, അല്ലെങ്കിൽ എന്താ പറയുക സ്പൈസസ് നമ്മൾ വേറെ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. അപ്പം നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും തോന്നുകയാണെങ്കിൽ വേണമെങ്കിൽ കുറച്ച് ജീരകമോ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ എന്താ ചെയ്യാൻ പറഞ്ഞാൽ ഇവിടെ മേടിക്കാൻ കിട്ടുന്നൊരു സംഭവമുണ്ട്. പിന്നെ പഞ്ചപൂരകം എന്ന് പറയും. അതായത് എല്ലാ സാധനങ്ങളും കൂടി ഉള്ള ഒരു സംഭവമാണ്. പാഞ്ച് പൂരക് എന്നാണ് ഇവിടെയൊക്കെ പറയുന്നത്. അപ്പോൾ അത് ഒരു നുള്ള് ഞാൻ ജസ്റ്റ് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വെതറി കൊടുക്കുന്നുണ്ട്. ഇതെന്ന് വെച്ചാൽ ഒരു നല്ല ഫ്ലേവർ വരാനായിട്ട് ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ. ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്യേണ്ട സംഭവങ്ങളുടെ എല്ലാ പരിപാടിയും കഴിഞ്ഞു. അരിയുടെ പരുവം എന്താണെന്ന് നോക്കാം. വെന്തോ കുഴഞ്ഞോ അല്ലെങ്കിൽ കറക്റ്റായിട്ടുണ്ടോ, ഭാര്യ പറഞ്ഞ കണക്ക് കറക്റ്റാണോ എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഞാൻ വിസിലെല്ലാം 4 വിസിൽ പോയി, ആവിയെല്ലാം പോയി കഴിഞ്ഞ് തുറക്കുമ്പോൾ കൊള്ളാം, സംഭവം സെറ്റപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ റൈസ് ഇങ്ങനെ നിൽക്കുന്നതിന് നമ്മളൊന്ന് ഇങ്ങനെ പഫ് ചെയ്ത് കൊടുക്കണം. അത് കറക്റ്റ് വേവാ. ഇതാണ് ഞാൻ പറഞ്ഞത്. അത് ഭാര്യമാരെ ഡിപ്പെൻഡ് ചെയ്യുക തന്നെ വേണം. കാരണം അതിൻ്റെ വേവും കറക്റ്റൊക്കെ കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ അവർക്കാണ് അതിൻ്റെ എക്സാക്റ്റ് സംഭവം അറിയുള്ളൂ. അപ്പോൾ ഇതിങ്ങനെ വേണ്ട സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ ഉടഞ്ഞിങ്ങനെ നിൽക്കും.
കറക്റ്റ് വേവാണത്. പഫ് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് ഒന്ന് തണക്കണം. ചൂടോടുകൂടി നമുക്കിത് മിക്സ് ചെയ്യാൻ പറ്റില്ല. ഒന്ന് തണക്കാനായിട്ട് വയ്ക്കാം. അപ്പോൾ ഇപ്പോൾ നമ്മുടെ 2 സംഭവങ്ങളും റെഡിയായി. അരി നമ്മൾ പഫ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിൽ മിക്സ് ചെയ്യാനുള്ള വെജിറ്റബിൾസും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടി ഇനിയത്തെ പരിപാടി ജസ്റ്റ് നമ്മളിതെല്ലാം കൂടി മിക്സ് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. ഞാനിപ്പോൾ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്യാനായിട്ടൊരു വലിയ ചീഞ്ചട്ടി ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കിത് ഇങ്ങനെ ചെയ്യണമെന്നില്ല. കാരണം ഒന്നുമില്ലെങ്കിൽ വെജിറ്റബിൾ ഉണ്ടാക്കുന്ന പാത്രം ഇത്തിരി വലിയ പാത്രം എടുത്തിട്ട് അതിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ തന്നെ ഇട്ടിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ പ്രഷർ കുക്കർ വലുതാണെന്നുണ്ടെങ്കിൽ വെജിറ്റബിൾ എല്ലാം കൂടി പ്രഷർ കുക്കറിൽ ഇട്ടിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്തെടുത്താൽ മതി. ഇതിപ്പോൾ രണ്ടും പറ്റാത്തതുകൊണ്ടാണ് ഞാനിവിടെ ഒരു മൂന്നാമതൊരു ചീഞ്ചട്ടി റെഡിയാക്കിയത്. കാരണം മിക്സ് ചെയ്യാൻ എളുപ്പമുണ്ടാവും. ഈ ചീഞ്ചട്ടി ചൂടായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാനൊരു ഒരിത്തിരി ഒരു നുള്ള് നെയ്യ് ഒന്നിങ്ങനെ ഇറ്റിച്ച് കൊടുക്കുക. കാരണം ഒരു കോട്ടിങ് കിട്ടാൻ വേണ്ടിയിട്ട്, നമ്മൾ റൈസൊക്കെ ഇടുമ്പോഴത്തേക്ക് ഒരു കോട്ടിങ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇതെല്ലാം ലോ ഫ്ലെയിമിൽ മതി. ചൂട് ഒട്ടും വേണ്ട. അതിന് ജസ്റ്റ് ഒന്ന് വാമായിട്ടിരുന്നാൽ മതി. ഇതിലേക്ക് നമ്മൾ ഇനി രണ്ടും കൂടി സമാസമം മിക്സ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ പരിപാടിയുള്ളത്. അപ്പോൾ ഞാൻ എന്താ റൈസ് കുറച്ച് കൊണ്ട് ഇടുകയാണ് ആദ്യം. പഫ് ചെയ്ത റൈസ് നമ്മൾ ഒന്ന് ആറിക്കഴിയുമ്പോൾ ഈ റൈസ് ഇട്ട് കൊടുക്കുക. അത് കഴിയുമ്പോൾ അതിൻ്റെ അകത്തേക്ക് വെജിറ്റബിൾ കുറച്ച് അപ്പോൾ റൈസ് വെജിറ്റബിൾ, റൈസ് വെജിറ്റബിൾ, റൈസ് വെജിറ്റബിൾ അങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക. വെജിറ്റബിളും റൈസും നല്ലോണം മിക്സ് ആവുക. കാരണം റൈസിൽ ഇതാ ഇങ്ങനെ മഞ്ഞപ്പൊടിയുടെ കളറ് നല്ലോണം ഇങ്ങനെ കോട്ടാവും. റൈസിൻ്റെ കളർ ഒരു യെല്ലോ കളറാവും. വെജിറ്റബിൾസും എല്ലാം മിക്സ് ആവും. പിന്നെ 2 കാര്യം ഇതിൽ ശ്രദ്ധിക്കാവുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇതിന് കുറച്ച് എരിവ് വേണമെന്ന് ഫീൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 1 സ്പൂൺ ചില്ലി ഫ്ലേക്സ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഈ ഒരു സിറ്റുവേഷനിൽ 1-2 സ്പൂണ് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം. ഒരു എരിവിൻ്റെ ഫ്ലേവർ വേണമെന്നുണ്ടെങ്കിൽ, നിർബന്ധമില്ല. അപ്പോൾ ഇത് മിക്സായി നല്ല സെറ്റായി. ചിത്രാന ഏതാണ്ട് റെഡിയായി. ഇനി ഇതിൻ്റെ മുകളിൽ ഒരിത്തിരി മല്ലി ഇല കൊത്തിയരിഞ്ഞ് ഇതിൻ്റെ മുകളിൽ അങ്ങോട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ സംഗതി ക്ലീൻ. മല്ലിയില എൻ്റെ മുകളിലിങ്ങനെ സ്പ്രിങ്കിൾ ചെയ്തു. മല്ലിയില സ്പ്രിങ്കിൾ ചെയ്ത് കഴിയുമ്പോൾ സംഗതി ഒന്നും കൂടി കളറായി. മല്ലിയിലയും കൂടി നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക ഫ്ലേവർ, ആ ഫ്ലേവർ ഇങ്ങനെ നമുക്ക് ശരിക്കും അറിയാൻ പറ്റും. അടുത്ത് നിൽക്കുമ്പോൾ നല്ല സ്മെല്ലിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മുടെ ചിത്രാന റെഡി. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എളുപ്പത്തിൽ ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ എല്ലാം കമൻറ്റ് ബോക്സിൽ ഇടുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ഐറ്റംസും വെറൈറ്റിയുമായിട്ട് ഞാൻ വരുന്നുണ്ട്. അപ്പോൾ വീണ്ടും വേറൊരു എപ്പിസോഡിൽ കാണാം. ബൈ.